ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേൽ പൗരന്മാരെ വെടിവെച്ചു കൊന്ന ഇസ്രായേൽ സൈന്യം. വടക്കൻ ഗസയിലെ ഷുജായിലെ പോരാട്ടത്തിനിടയിലാണ് സംഭവമെന്നാണ് അറിയുന്നത്. ഹമാസ് നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയെന്ന ഇസ്രായേൽ സൈന്യം പറയുന്ന 3 പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു. ആക്രമണത്തിന് എത്തിയവരെന്ന് സംശയിച്ച 3 പേർക്കെതിരെയും സേന വെടിയുതിർക്കുകയായിരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് ഇവർ നേരത്തെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരാണ് എന്ന് വ്യക്തമായത്. ഒക്ടോബർ 7-ന് നിർ ആർമിയിലെ തൊഴിൽ സ്ഥലത്ത് നിന്നാണ് ഇവരെ ഹമാസ് റാഞ്ചിക്കൊണ്ടുപോയത്. വെടിവെച്ചു കൊന്ന ശേഷം സംശയം വന്നതോടെയാണ് പരിശോധന നടത്തിയതും തിരിച്ചറിഞ്ഞതെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു. ബന്ദികളെ ഹമാസ് ഉപേക്ഷിച്ചതാകാമെന്നും അതല്ല ഓടി രക്ഷപ്പെട്ടതാകാനും സാധ്യതയുള്ളതായി ഹഗാരി പറയുന്നു. സംഭവത്തിൽ ഇസ്രായേൽ സൈന്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും ദുഃഖകരമായ സംഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷുവായിയിൽ ഒളിയാക്രമണത്തിലാണ് 10 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ ഇപ്പോഴും പോരാട്ടം രൂക്ഷമായി തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. സമീർ അബൂദാഖയാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ ഫർഹാന സ്കൂളിൽ നിന്ന് ഫലസ്തീനികൾക്ക് നേരെയുള്ള ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. സമീറിനൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു മാധ്യമ പ്രവർത്തകനായ വായിൽ ദഹ്ദൂഹ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദഹ്ദൂഹിന്റെ പരിക്ക് ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരിക്കേറ്റ് കിടക്കുന്ന സാമിറിനടുത്തേക്ക് പോയ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടും വരുന്നു. ഏറെ നേരം ചോര വാർന്ന റോഡിൽ കിടന്ന സാമിറിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. അൽ ജസീറ ക്യാമറമാന്റെ മരണത്തെ തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ഉയരുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന 57-ാമത്തെ മാധ്യമ പ്രവർത്തകനാണ് അബൂദാഖ. അബൂദാഖയുടെ മരണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ അൽ ജസീറ അന്താരാഷ്ട്ര സമൂഹവും നീതിന്യായ കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ പോരാട്ടത്തിനിറങ്ങിയ ഹമാസിനെ തകർക്കാൻ ദുഷ്കരമെങ്കിലും യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വീണ്ടും രംഗത്ത്. ഗസ ഇസ്രായേൽ സൈനികരുടെ ശവപ്പറമ്പാകുമെന്നും ദീർഘനാൾ പോരാട്ടത്തിന് തയ്യാറാണ് എന്നും തിരിച്ചടിച്ച ഹമാസ് നേതാവ് ഖാലിദ് മിഷാൽ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനിടയിലും 70-ാം ദിവസവും വ്യോമ കരമാർഗം ഗസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. മനുഷ്യാവകാശ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കൂട്ടക്കുരുതി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനുള്ള പിന്തുണ കുറച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിമർശനത്തെ തുടർന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുളീവൻ ടെൽ അവീവിൽ സന്ദർശനത്തിന് എത്തിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുദ്ധം ക്യാബിനറ്റ് അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്നാണ് സൂചന. എന്നാൽ നിർദ്ദേശം തള്ളിയ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം മുന്നോട്ട് എന്ന് പ്രഖ്യാപിച്ചു. ഭൂഗർഭ അറയുണ്ടാക്കിയും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയും പോരാട്ടത്തിനിറങ്ങിയ ഹമാസിനെ നശിപ്പിക്കൽ എളുപ്പമല്ലെങ്കിലും യുദ്ധം മാസങ്ങൾ നീളുമെന്നും വിജയം വരിക്കും ും ഗാലന്റ് പറയുന്നു. എന്നാൽ 35,000 പോരാളികൾ ഗസയിൽ എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നും കീഴടങ്ങാൻ തയ്യാറല്ല എന്നും ഇസ്തംബൂൾ സന്ദർശനത്തിനിടെ മുതിർന്ന ഹമാസ് നേതാവ് ഖാലിദ് മിഷാൽ പറയുന്നു. ഇസ്രായേലിന്റെ മുതിർന്ന സൈനിക ഓഫീസർമാർ ദിവസവും കൊല്ലപ്പെടുകയാണ്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ മോചിപ്പിക്കുവാനോ ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുവാനോ അവർക്ക് ആവില്ല. ഇസ്രായേൽ അമേരിക്കൻ ഭരണകൂടങ്ങളിൽ സ്വന്തം ജനതയ്ക്കുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ്. ഹമാസിന് ഗസയിലെ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിടുന്ന അടുത്തഘട്ട യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ് എന്ന് ജേക്ക് സുള്ളിവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗസയിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന യഹിയ സിൻവാർ, മുഹമ്മദ് ദീഫ്, മാർവാൻ ഇസ എന്നിവരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. ഖാൻ യൂണിസിലെ UN സ്കൂളിന് നേരെ വെള്ളിയാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ 33 പേർ മരിച്ചു. ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അൽ ജസീറ ഗസ ബ്യൂറോ ചീഫാണ് കൊല്ലപ്പെട്ടത്.